അത് ആൾക്കാരുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റിയിൽ ഒന്നാണത്. നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക, വാലിഡേഷൻ, സ്നേഹം, ഇതൊക്കെ ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റി. എന്നെ അങ്ങനെ അമ്മ സ്നേഹിക്കുന്നുണ്ടോ, അത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങുന്നത്. അച്ഛനും അമ്മയെ എനിക്ക് തരുന്ന സ്നേഹം ഒരാൾ കൂടുതലും കുറയുന്നുണ്ടോ, ഇനി ബ്രദേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, എന്നെ ചേട്ടനെ അനിയനെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാങ്ങിൽ അവന്മാരെല്ലാം കൂടെ എന്നെ ഒറ്റയ്ക്കാക്കുന്നുണ്ടോ, എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ, പിന്നെ ഒരു അഫെയർ റിലേഷൻസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഈ സാധനം സ്നേഹം, ഈ ബഹുമാനം, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആൾക്കാർ ഭയങ്കര ഇൻസെക്യൂർ ആണ്. നടുക്കഷ്ണായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കെയർ കുറവ് കിട്ടി. എൻ്റെ ബേസിക് ആയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല കാര്യങ്ങളിലും ഞാൻ ഭയങ്കര സെൽഫ് സസ്റ്റൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇമോഷൻസിനെ ഞാൻ കവറപ്പ് ചെയ്യും. അത് നിങ്ങൾ എനിക്ക് ആ ഗ്രോത്ത് ശരിക്കും ഞാൻ ഇരുന്ന് ബാക്കിലേക്ക് പഠിക്കേണ്ടി വരും. ശരിക്കും എനിക്ക് കെയർ കിട്ടിയില്ലെന്ന് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇൻസെക്യൂരിറ്റീസും ഇല്ലായിരുന്നു. എന്നാൽ വീട്ടിൽ 3 ആണുങ്ങൾ, ഞങ്ങൾ പയ്യൻ മക്കൾ 3 പേരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു അനലൈസ്. പക്ഷേ ഈ പറയുന്ന ഒരു ഇതിലും ആ ഇൻസെക്യൂർ ഫീല് ഞാൻ തോന്നിയിട്ടില്ല. അതായത് ഞാനൊരു അഹങ്കാരം പറയാം, ഞാൻ കൊടുത്തതുപോലെ ആർക്കും എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കെയർ ചെയ്യുന്ന പോലെ ആർക്കും എന്നെ തിരിച്ച് കെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് സത്യമാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് അതിനുവേണ്ടി ഞാൻ ഇൻസെക്യൂർ ആണെന്ന് ഞാൻ തന്നെ പഠിച്ചു.